നമസ്കാരം. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ PA ആയിരുന്ന ചന്ദ്രനാഥ് റത്തിൻ്റെ കൊലപാതകം സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ ചൂടുപിടിക്കുകയാണ്. അത് സംബന്ധിച്ച വിവരങ്ങൾ ഓരോ ദിവസവും കിട്ടുന്ന പുതിയ പുതിയ വിവരങ്ങൾ തത്വമൈ ന്യൂസ് തന്നെ പ്രേക്ഷകരുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു പുതിയ ചില വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ഈ ചന്ദ്രനാഥ് റത്തിൻ്റെ വധത്തെ തുടർന്ന് പ്രധാനമായും അന്വേഷണ സംഘം എന്ന് പറയുന്നത് പശ്ചിമ ബംഗാൾ പോലീസിൻ്റെ CID, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, IB, ഇൻ്റലിജൻസ് ബ്യൂറോ, കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ഇൻ്റലിജൻസ് ബ്യൂറോ, ഇവയിൽ നിന്നെല്ലാമുള്ള ഉദ്യോഗസ്ഥന്മാർ പ്രധാനമായും അതിൽ 7 പേർ അവരാണ് പ്രധാന അന്വേഷണ സംഘം. നിരവധി ഉദ്യോഗസ്ഥന്മാർ അവരുടെ കീഴിൽ. ഇതായിരുന്നു അന്വേഷണ സംഘത്തിൻ്റെ ഒരു ഘടന. ഇപ്പോഴും അതെ, ആയിരുന്നു എന്നല്ല, ഇപ്പോഴും അതെ. കാരണം അന്വേഷണം പുരോഗമിക്കുകയാണ്. ആ അന്വേഷണ സംഘം ആദ്യമായി തന്നെ അവർക്ക് ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, ഈ സംഭവത്തിൽ, ഈ കൊലപാതകത്തിൽ 5 ബൈക്കുകൾ, അതിൽ ഓരോ ബൈക്കിലും ഈ 2 പേർ, ഒരു കാർ, ആ കാറിൽ എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളത് ആദ്യഘട്ടത്തിൽ വ്യക്തമായിരുന്നില്ല. ഇത്രയും വാഹനങ്ങൾ ഈ കൊലപാതകത്തിൽ ഉൾപ്പെട്ടിരുന്നു. വാഹനം ചന്ദ്രനാഥ് റത്തിൻ്റെ കാറിനെ തടയുകയും അത് സംബന്ധിച്ചൊരു വാക്ക് തർക്കമുണ്ടാകുകയും തുടർന്ന് ഒരു സാഹചര്യം സൃഷ്ടിച്ച് ബൈക്കിലെത്തിയ കൊലയാളികൾ വെടിയുതിർക്കുകയും ചന്ദ്രനാഥ് റത്ത് കാറിൻ്റെ ഏത് ഭാഗത്താണ് ഇരുന്നിരുന്നതെന്ന് അവർക്ക് കൃത്യമായി അറിയാമായിരുന്നു. ഇത്രയും വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. തുടർന്നുള്ള അന്വേഷണത്തിൽ ഈ കാറിനെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട വിവരം പുറത്തു വന്നു. ഒരു ടോൾ പ്ലാസയിൽ, ഈ കൊലപാതകം നടക്കുന്നതിന് മുമ്പ് ഒരു ടോൾ പ്ലാസയിൽ ഈ കാർ ഒരു ഫാസ്ടാഗിൽ UPI പേയ്മെൻറ്റ് വഴി, UPI വഴി പണമടച്ചിരുന്നു. അതേ തുടർന്നുള്ള അന്വേഷണം പുരോഗമിക്കുക ഇന്നലെ രാത്രിയിൽ അന്വേഷണ സംഘം പശ്ചിമ ബംഗാളിന് പുറത്തേക്കും അവരുടെ അന്വേഷണ പരിധി വ്യാപിപ്പിച്ചിരുന്നു. കാരണം ഇവർ 2 കാരണങ്ങൾ കൊണ്ട്. ഈ വ്യാപിപ്പിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്, ഇവർ രാജ്യം വിട്ടു പോകുവാനുള്ള സാധ്യത. അത് പശ്ചിമ ബംഗാളിൻ്റെ അതിർത്തികളിലൂടെ ബംഗ്ലാദേശിലേക്കാകാം, ഉത്തർപ്രദേശിലേക്ക് കടന്ന് നേപ്പാളിലേക്കാകാം, ഉത്തരാഖണ്ഡിലേക്ക് കടന്ന് അതുവഴിയാകാം. അത്തരത്തിലുള്ളൊരു സംശയം കാരണം അന്വേഷണ പരിധി അവർ വ്യാപിപ്പിച്ചിരുന്നു. തന്നെയുമല്ല, ഈ ഉത്തർപ്രദേശിലെ ബറേലി പോലുള്ള പ്രദേശങ്ങളിൽ ഈ മുൻപ് ഉണ്ടായിരുന്ന മാഫിയകളുടെ ഷാർപ്പ് ഷൂട്ടർമാർ ഇപ്പോഴും പലരും സജീവമായിട്ട് തന്നെ നിലവിലുണ്ട്, പോലീസിൻ്റെ പിടിയിൽപ്പെടാതെ. അവരിൽ ആരെങ്കിലുമാണോ ഈ കൊലപാതകത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടത് എന്നുള്ളൊരു സംശയം ആദ്യം മുതൽക്ക് തന്നെ നിലനിന്നിരുന്നു. അതേ തുടർന്ന് ഇന്നലെ രാത്രി 3 പേരെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അവരിപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇന്ന് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി അവരുടെ അറസ്റ്റുകൾ രേഖപ്പെടുത്തും. അതുകൊണ്ട് തന്നെ അവരുടെ പേരുകൾ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. പ്രധാനപ്പെട്ട കാരണം പേരുകൾ വെളിപ്പെടുത്താത്തതിൻ്റെ പിന്നിലുള്ളത്, ഇവരെ ചിലപ്പോൾ പ്രതികളായിട്ടായിരിക്കില്ല അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടാകുക. ഒരുപക്ഷെ വിവരങ്ങൾ നൽകുവാൻ സാധ്യതയുള്ള ഇൻഫോമേഴ്സ് എന്ന് പറയുമല്ലോ, കോൺഫിഡൻഷ്യൽ ഇൻഫോമേഴ്സ് എന്ന്, CIs എന്ന് പോലീസിൻ്റെ ആന്തരിക ഭാഷയിൽ പറയുന്ന ആളുകളായിട്ടായിരിക്കാം ഇവരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അല്ല എങ്കിൽ ഇവരിൽ നിന്ന് ഇവരുടെ പേരിപ്പോൾ വെളിപ്പെടുത്തിയാൽ ഇവർക്ക് ആരാണോ ഈ കൊട്ടേഷൻ നൽകിയത്, അല്ലെങ്കിൽ ഈ കൊലപാതകം നടത്തുവാനുള്ള ചുമതല ഏൽപ്പിച്ചത്, വാടക കൊലയാളിയായി ഇവരെ വിലക്കെടുത്തത്, അവർക്ക് രക്ഷപ്പെടുവാനുള്ള, അല്ലെങ്കിൽ അവർക്ക് തെളിവുകൾ നശിപ്പിക്കുവാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയേക്കാം. അത്തരത്തിലുള്ള നിരവധി ആശങ്കകൾ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ പേരുകൾ വെളിപ്പെടുത്താത്തത്. പക്ഷേ പ്രധാനപ്പെട്ട വിവരം, ഇവർ 3 പേർ ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിലുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. ഇനി ഒരു പ്രധാനപ്പെട്ട വിവരം, ഈ സംഭവത്തെ, ചന്ദ്രനാഥ് റത്തിൻ്റെ വധം നടന്ന ദിവസം തന്നെ BJPയുടെ പ്രവർത്തകരാണെങ്കിലും, സുവേന്ദു അധികാരി പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും, മമതാ ബാനർജിയുടെ അനന്തരവൻ ആയ അഭിഷേക് ബാനർജിയുടെ നേരെയാണ് സംശയത്തിൻ്റെ ചൂണ്ടുവിരൽ നീണ്ടിരുന്നത് പ്രഥമഘട്ടത്തിൽ തന്നെ. കാരണം തിരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിലെല്ലാം ഈ സുവേന്ദു അധികാരിയും അമിത്ഷായും ഒക്കെ വെല്ലുവിളിച്ചിരുന്ന അഭിഷേക് ബാനർജി ചന്ദ്രനാഥ് റത്തിനെ പേരെടുത്ത് പറഞ്ഞ്, നിങ്ങളുടെ രഥം നിങ്ങൾ സൂക്ഷിക്കണം, ആ രഥം തിരിച്ചു കൊണ്ടുപോകേണ്ടതാണ് നിങ്ങൾ, ഒരുപക്ഷെ നിങ്ങൾക്കതിന് സാധിച്ചെന്ന് വരില്ല എന്നുള്ള വ്യക്തമായ വധഭീഷണി ഈ ചന്ദ്രനാഥ് റത്തിന് നേരെ അഭിഷേക് ബാനർജി ഉയർത്തിയിരുന്നു. അതിൻ്റെ വീഡിയോകൾ പോലും സാമൂഹ്യ മാധ്യമങ്ങളിൽ ലഭ്യമാണ്. ഈ ചന്ദ്രനാഥ് റത്ത് എന്ന വ്യക്തിക്ക് നേരെ വധഭീഷണി ഉയർത്തുവാൻ അഭിഷേക് ബാനർജിക്കുണ്ടായ പ്രചോദനം അല്ലെങ്കിൽ പ്രകോപനം കൃത്യമാണ്. സുവേന്ദു അധികാരിയുടെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിച്ചിരുന്ന, ഒരുപക്ഷെ അവരുടെ ഈ സുവേന്ദു അധികാരിയെ സംബന്ധിച്ച രണനീതി വരെ നിശ്ചയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ചന്ദ്രനാഥ് റത്ത്. ഒപ്പം അദ്ദേഹം ഒരു പൂർവ്വ വായുസേനാ ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് തന്നെ ഒരു അല്പം കരുത്തനായ ഒരു
വ്യക്തിയായിരുന്നു അദ്ദേഹം. ഒരു കരുത്തുള്ള സാന്നിധ്യമായിരുന്നു സുവേന്ദു അധികാരിയുടെ പാളയത്തിൽ അദ്ദേഹം. അതുകൊണ്ട് തന്നെ അഭിഷേക് ബാനർജിക്ക് അദ്ദേഹത്തെ ഭയമായിരുന്നു, തൃണമൂൽ കോൺഗ്രസിന് അദ്ദേഹത്തെ ഭയമായിരുന്നു, അദ്ദേഹത്തിൻ്റെ കഴിവുകളെ ഭയമായിരുന്നു. അതിൻ്റെ പരിണാമമായി തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ ഈ ചന്ദ്രനാഥ് റത്ത് തൃണമൂൽ കോൺഗ്രസിൻ്റെ, പ്രത്യേകിച്ച് അഭിഷേക് ബാനർജിയുടെ ഡയമണ്ട് ഹാർബർ ഗ്യാങ് എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട് തൃണമൂൽ കോൺഗ്രസിൽ. അതിലുൾപ്പെടുന്നതാണ് ഈ മഹുവ മൊയ്ത്ര, സയോനി ഘോഷ്, സാഗരിക ഘോഷ് തുടങ്ങിയ ഈ ആധുനിക വനിതകൾ തുടങ്ങി പലരും, ഡെറിക് ഓബ്രയൻ, ഇവരെല്ലാവരും അടിസ്ഥാനപരമായിട്ട് ഇവരുടെ ഒരു സാമാന്യ സ്വഭാവമെന്ന് പറയുന്നത്, ഇവരുടെ ഒരു പൊതുവായ സ്വഭാവമെന്ന് പറയുന്നത് ഈ ഒരു ബ്രിട്ടീഷ് ആക്സൻറ്റോ അമേരിക്കൻ ആക്സൻറ്റോ കലർന്ന ആംഗലേയത്തിൽ നരേന്ദ്രമോദിയെ അസഭ്യം പറയുക. ഇതാണ് ഇവരുടെ ഒരു സാമാന്യ സ്വഭാവം. അതിൽ നിന്നൊരല്പം വ്യത്യസ്ത സയോനി ഘോഷ് മാത്രമാണ്. ഈ സയോനി ഘോഷിന് അത്ര വ്യക്തമായ അല്ലെങ്കിൽ ചടുലമായ ആംഗലേയം വശമില്ല. പക്ഷേ ബംഗാളി ഭാഷയിൽ മറ്റുള്ളവർ പറയുന്നതിനേക്കാൾ നല്ല അസഭ്യം നരേന്ദ്രമോദിയെക്കുറിച്ച് പറയും. ഇതാണ് ഈ ഡയമണ്ട് ഹാർബർ ഗ്യാങ്ങിൻ്റെ ഒരു പൊതു സ്വഭാവം. അവരുടെ എല്ലാം മുതലാളിയായിരുന്നു അഭിഷേക് ബാനർജി ഈ മെയ് 4 വരെ. ഇപ്പോൾ അവരിൽ പലരും അയാളെ തള്ളിപ്പറയുന്നുണ്ട്. അത് സംബന്ധിച്ച് മറ്റൊരു വീഡിയോയിൽ കൂടുതൽ വിശദവിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. ഇപ്പോൾ ചന്ദ്രനാഥ് റത്തിൻ്റെ കൊലപാതകമാണ് പ്രധാന വിഷയം. അത് സംബന്ധിച്ച് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വന്നത് ഈ 3 പേരുടെ കസ്റ്റഡിയാണ്. ഇനി പുറത്തു വരുവാനുള്ള വിവരങ്ങൾ നിരവധിയാണെന്നാണ് പറയപ്പെടുന്നത്. അന്വേഷണ സംഘങ്ങളോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ അതിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെ ഓഫ് റെക്കോർഡായി പറഞ്ഞ ചില വിവരങ്ങളുണ്ട്. അതിൽ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുവാൻ സാധിക്കുന്ന ഏക വിവരം 5 മുതൽ 15 ലക്ഷം രൂപ വരെ മുൻകൂറായി നൽകി, അത് അഡ്വാൻസ് എന്നുള്ള രീതിയിൽ നൽകപ്പെട്ടൊരു വാടക കൊലയാളി കോൺട്രാക്റ്റാണിത്, കൊട്ടേഷനാണിത്, സുപാരി എന്ന് പറയും അവരുടെ ഭാഷയിൽ. ഉത്തർപ്രദേശിൻ്റെ അധോലോകങ്ങളുടെ ഭാഷയിലാണെങ്കിലും മുംബൈ അധോലോകത്തിൻ്റെ ഭാഷയിലാണെങ്കിലും സുപാരി ആണിത്. 5 മുതൽ 15 ലക്ഷം രൂപ വരെ. കൃത്യമായ തുക എത്രയാണ് എന്ന് വെളിപ്പെടുത്തുവാൻ അദ്ദേഹം തയ്യാറായില്ല. കാരണം ഓഫ് ദ റെക്കോർഡായി പറഞ്ഞതുകൊണ്ട് തന്നെ ഇതിനൊരു കൃത്യത ഇല്ലാതിരിക്കുന്നതാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഉചിതം. അതാരാണ് നൽകിയത്, ആ തുകയുടെ സ്രോതസ് എവിടുന്നാണ് എന്നതിനെ സംബന്ധിച്ചും വ്യക്തമായ സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണം കൃത്യമായ ശരിയായ ദിശയിലാണ് പുരോഗമിക്കുന്നത് എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ ഇപ്പോഴുമുള്ള വിശ്വാസം. അങ്ങനെ തന്നെയാണ് പശ്ചിമ ബംഗാൾ സർക്കാരും ഇപ്പോൾ വിശ്വസിക്കുന്നത്. സർക്കാർ മിനിഞ്ഞാന്ന് മുതൽ അധികാരത്തിലേറ്റതിനെ തുടർന്ന് സുവേന്ദു അധികാരി കൃത്യമായി ഈ അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണത്തിലെ ഓരോ ചുവടിലെയും പുരോഗതി പരിശോധിക്കുന്നുണ്ട്, വിശകലനം ചെയ്യുന്നുണ്ട്. അതിൽ പൂർണ്ണ ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ട്. കാരണം ഒരു സഹോദരനെ പോലെ ഏറെക്കാലമായി ഒപ്പമുണ്ടായിരുന്നൊരു വ്യക്തിയായിരുന്നു സുവേന്ദു അധികാരിയെ സംബന്ധിച്ച് ചന്ദ്രനാഥ് റത്ത്. അദ്ദേഹത്തിൻ്റെ വധത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വൈകാതെ നമുക്ക് ലഭ്യമാകും. അത് ലഭ്യമാകുന്നതിനനുസരിച്ച് അത് തത്വമൈ ന്യൂസ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നതാണ്. അത് സംബന്ധിച്ചുള്ള വിശകലനങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.